എവ്രിവൺ, ഈ വീഡിയോയിൽ ICT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന മൊഡ്യൂളിൽ നിന്ന് എൻ്റെ UGC നെറ്റ് ജൂൺ 2025 എക്സാമിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിനു മുമ്പും പല മൊഡ്യൂളുകൾ നമ്മളിങ്ങനെ അനലൈസ് ചെയ്തിരുന്നു. സോ ഈ സെഷനിൽ ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നോളജീസ് ഈസ് യൂസ്ഡ് ഇൻ സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ? സോ നിങ്ങൾ ICT എന്ന മൊഡ്യൂൾ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളത്. അപ്പോൾ ഈ കമ്പ്യൂട്ടേഴ്സിന് തന്നെ പല ബേസിസിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ്റെ ബേസിസിൽ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ആൻഡ് കോൺഫിഗറേഷൻ്റെ ബേസിസിൽ എന്താണ് കാറ്റഗറൈസേഷൻ, ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്ന വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു പാർട്ടാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഡിഫറെൻറ്റ് ജനറേഷൻസ് അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഇവോൾവ് ചെയ്ത് വരുന്ന ഡിഫറെൻറ്റ് ഫേസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനും ഡിഫറെൻറ്റ് ടെക്നോളജീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പല ആവർത്തി ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ജനറേഷനിലും എന്ത് തരത്തിലുള്ള ടെക്നോളജീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇതിനകത്ത് വന്നിരിക്കുന്ന 4 ഓപ്ഷൻസും ഡിഫറെൻറ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് തന്നെയാണ്. എന്തൊക്കെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്? വാക്വം ട്യൂബ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, VLSI, മൈക്രോ പ്രോസസ്സേഴ്സ്. സോ ഇതിനകത്ത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി ഏതായിരുന്നു? ദാറ്റ് ഇസ് വാക്വം ട്യൂബ്സ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ എങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നത് എന്ന് നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരുന്ന മേജർ ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു. തേർഡ് ജനറേഷനിലേക്ക് വന്നപ്പോൾ അത് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയി. ഫോർത്ത് ജനറേഷനിലേക്ക് വന്നപ്പോൾ VLSI ആയി. ആൻഡ് കറൻറ്റ് ഫിഫ്ത്ത് ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റനിൽ വളരെ സ്പെസിഫിക്കലി സെക്കൻഡ് ജനറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ചെയ്താൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരുന്ന ടെക്നോളജി. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ B. നെക്സ്റ്റ് ക്വസ്റ്റൻ: which is the correct increasing order of memory storage capacity? 1 PB, TB, KB, GB, MB. അപ്പോൾ ഡിഫറെൻറ്റ് നമുക്ക് മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റി അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ കൃത്യമായിട്ട് അതിന് ഇൻക്രീസിങ് ഓർഡറിൽ ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ ഇൻക്രീസിങ് ഓർഡറിൽ ഈ മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റീനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു ഏരിയയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പ്രൈമറിലി ഓർത്ത് വെക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ പ്രൈമറിലി ഈ ഡിഫറെൻറ്റ് മെമ്മറി സ്റ്റോറേജ് അതിൻ്റെ ഒരു ഓർഡർ എന്താണ്? ഇപ്പോൾ ബിറ്റ്, then we have nibble, byte, kilobyte, megabyte. ആ ഒരു ഓർഡർ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ ഈ ഒരു കമ്പാരിസണും ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റ്സ് ആണ്, ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റുകളാണ്, ഒരു കിലോബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു കമ്പാരിസണും ചില സാഹചര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, വളരെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെഗാബൈറ്റ് എന്ന് പറയുന്നത് എത്ര കിലോബൈറ്റ് ആണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് തന്നിട്ട് അതിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് വളരെ സ്പെസിഫിക്കലി 1 കിലോബൈറ്റ് 1 മെഗാബൈറ്റ് അങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇതല്ലാണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പോൾ 1500 കിലോബൈറ്റ് അല്ലെങ്കിൽ 2000 ജിഗബൈറ്റ് അങ്ങനെയൊക്കെ തന്നിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറയും? അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലും അതോടൊപ്പം തന്നെ കാൽക്കുലേഷൻസ്, അതായത് ഇത് അടിസ്ഥാനമായിട്ട് നമുക്ക് ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാൽക്കുലേഷൻസ്, ഇപ്പോൾ ഒരു സ്പെസിഫിക് ടൈമിൽ ഇത്ര GB ഉള്ള എത്ര ഫോട്ടോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും ജനറലി ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ ഇതിൻ്റെ പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പല ടേമുകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ ഒരുപാട് കാൽക്കുലേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടില്ല. ബട്ട് ജനറലി അങ്ങനെയും ചോദ്യങ്ങൾ ഇതിന് മുന്നുള്ള വർഷങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ വരാം. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ലെവൽസിലുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തുടങ്ങി ഇതിനെക്കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമ്മളെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ബേസിക് ഒരു അവയർനെസ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പൊട്ടൻഷ്യലുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടേബിൾ പ്രൈമറിലി പഠിച്ചു വയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഡിഫറെൻറ്റ് മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ഈ മെമ്മറി യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, അതിനെ അറേഞ്ച് ചെയ്യാൻ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിൻ്റെ ഒരു ഓർഡർ നിങ്ങൾ നോക്കിയാൽ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കിലോബൈറ്റ് ആണ് ഇത് ആദ്യമായിട്ട്, KB ആണ് ഇതിനകത്ത് ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇതിനകത്തെ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയാൽ ഈ തന്നിരിക്കുന്ന ടേബിളും ഇതും വെച്ച് കമ്പയർ ചെയ്താൽ ഇതിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള
നമുക്ക് തന്നിരിക്കുന്ന മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ PB ആണ്. ഓക്കെ, പെറ്റബൈറ്റ്. അപ്പോൾ ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യുക? കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റബൈറ്റ്, അങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കിലോബൈറ്റ് നമുക്ക് കാണാം, ദാറ്റ് ഇസ് ഓപ്ഷൻ C. അത് കഴിഞ്ഞാൽ ദെൻ വരേണ്ടത് ഏതാണ്? മെഗാബൈറ്റ് ആണ്. കിലോബൈറ്റ് കഴിഞ്ഞാൽ മെഗാബൈറ്റ്, ദെൻ ജിഗാബൈറ്റ്, റൈറ്റ്? സോ C ആദ്യം വരണം, ദെൻ വി ഹാവ് E, ദെൻ വി ഹാവ് ജിഗാബൈറ്റ്, ദാറ്റ് ഇസ് ഓപ്ഷൻ D, ആൻഡ് ദെൻ വി ഹാവ് ടെറാബൈറ്റ് ആൻഡ് പെറ്റബൈറ്റ്. സോ BA എന്ന് പറഞ്ഞാൽ അപ്പോൾ CEDBA ആയിരിക്കും റൈറ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഓപ്ഷൻ C. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ C itself. Moving to the next question. Which of the following is correct sequence of increasing access time of storage or memory devices? അപ്പോൾ ഈ മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, ഇതൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഡിവൈസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ആക്സസ് ടൈം അല്ലെങ്കിൽ അത് സ്ലോ ടു ഫാസ്റ്റ്, ഫാസ്റ്റ് ടു സ്ലോ, അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ജനറലി ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻക്രീസിങ് ആക്സസ് ടൈം, അതിൻ്റെ അടിസ്ഥാനത്തിൽ സീക്വൻസ് ചെയ്യണം. അപ്പോൾ ഇൻക്രീസിങ് ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? അപ്പം ആ ഒരു സ്റ്റോറേജ് ഡിവൈസിൽ സേവ്ഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഒരു ഡേറ്റ അത് ആക്സസ് ചെയ്യാനായിട്ട് കൂടുതൽ സമയമെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ആ സ്റ്റോറേജ് ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡേറ്റ അത് ആക്സസ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം എടുക്കുക. അതാണ് ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ. അത് ആക്സസ് ചെയ്യാൻ, അത് കിട്ടാനായിട്ട് എത്ര ടൈം എടുക്കും, ദാറ്റ് ഇസ് ആക്സസ് ടൈം. അപ്പോൾ ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ആ ആക്സസ് ടൈം കൂടി വരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം എടുക്കണം. കൂടുതൽ സമയം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അത് സ്ലോ ആണെന്ന് അർത്ഥം അല്ലേ? അതായത് കുറേ സമയം എടുക്കുകയാണ് നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കൂടുതൽ അല്ലെങ്കിൽ ആ ആക്സസ് ടൈം കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് സ്ലോ ആണ്, ആ ഒരു ഡിവൈസ് സ്ലോ ആണ്. അപ്പോൾ ഇൻക്രീസിങ് ആക്സസ് ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ സീക്വൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ആക്സസ് ടൈം അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ എടുക്കുന്ന സമയം അത്രയും കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് അത്രയും സ്ലോ ആയിരിക്കണം. അപ്പോൾ ഇതിനെങ്ങനെ അറേഞ്ച് ചെയ്യണ്ടേ? ഇതിനകത്തുനിന്ന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ആൾ തുടങ്ങി ഏറ്റവും സ്ലോ ആയിട്ടുള്ള ആൾ വരെ അറേഞ്ച് ചെയ്യുക. അതാണ് ബേസിക്കലി ക്വസ്റ്റിൻ്റെ മീനിങ്. നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻക്രീസിങ് ആക്സസ് ടൈമിൻ്റെ ബേസിസിൽ സീക്വൻസ് ചെയ്യാനായിട്ടാണ്. ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആക്സസ് ടൈം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതിലുള്ള ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടാൻ, അത് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെടുക്കുന്ന സമയം അത് കൂടുക അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിനെ അറേഞ്ച് ചെയ്യും. അപ്പോൾ കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ സമയം എടുക്കുകയാണ് അത് ആക്സസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മെമ്മറി ഡിവൈസ് കമ്പാരിറ്റീവ്ലി സ്ലോവർ ആണെന്നാണ് മീനിങ്. അപ്പോൾ ഫാസ്റ്റസ്റ്റ് സ്ലോവസ്റ്റ് അറേഞ്ച് ചെയ്യാനായിട്ടാണ് ഈ ക്വസ്റ്റിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആളാരാ? രജിസ്റ്റേഴ്സ്. CPU രജിസ്റ്റേഴ്സാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെമ്മറി എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ക്യാഷ് മെമ്മറി. സോ ഈ കഴിഞ്ഞാൽ C വരണം. അപ്പോൾ ഈ രജിസ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ ആൻസറായി. സോ ഈ കഴിഞ്ഞാൽ C വരണം. പിന്നീട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഈ ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ മാഗ്നറ്റിക് ടേപ്പും ഹാർഡ് ഡിസ്കും ഇത് രണ്ടും സെക്കൻഡറി ആയിട്ടുള്ള മെമ്മറി ഡിവൈസസ് ആണ്. റാം, ക്യാഷ് മെമ്മറി, രജിസ്റ്റേഴ്സ് ഇതെല്ലാം പ്രൈമറി മെമ്മറീസിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആ പ്രൈമറി മെമ്മറിനേക്കാളും സ്ലോവർ ആയിരിക്കും എന്തായാലും സെക്കൻഡറി മെമ്മറി. സോ രജിസ്റ്റേഴ്സ്, ദെൻ ക്യാഷ് മെമ്മറി, ദെൻ റാം. അത് കഴിഞ്ഞാൽ ഈ സെക്കൻഡറി മെമ്മറി ഡിവൈസസിൽ ഇപ്പോൾ മാഗ്നറ്റിക് ടേപ്പ് ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഈ മാഗ്നറ്റിക് ടേപ്പും ഹാർഡ് ഡിസ്കും കമ്പയർ ചെയ്താൽ ഏതാണ് കുറച്ചുകൂടെ ഫാസ്റ്റ്? ഹാർഡ് ഡിസ്ക് ആണ്. ആൻഡ് ഏറ്റവും അവസാനമാണ് നമുക്ക് മാഗ്നറ്റിക് ടേപ്പ് വരിക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓർഡർ ഏതാ? രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, ദെൻ വി ഹാവ് റാം, ദെൻ ഹാർഡ് ഡിസ്ക് ആൻഡ് ഫൈനലി മാഗ്നറ്റിക് ടേപ്പ്. അപ്പോൾ ECBDA എന്നുള്ളതാണ് റൈറ്റ് സീക്വൻസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ C. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C. അടുത്ത ക്വസ്റ്റ്യൻ. Choose the wrong statements. CD is an example of optical device. Then അടുത്ത ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? Floppy is an example of magnetic device. Pen drive is an example of magnetic state device. And D ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് memory card is an example of crystal state device. Okay. സോ ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യൂ എന്നുള്ളതാണ് ക്വസ്റ്റിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് CD എന്ന് പറയുന്നൊരു ഒപ്റ്റിക്കൽ ഡിവൈസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. CD ഒരു ഒപ്റ്റിക്കൽ, ഇപ്പോൾ സ്റ്റോറേജ് ഡിവൈസുകൾ തന്നെ പലതരത്തിലുള്ള ഡിവൈസസ് ഉണ്ട്. ഇപ്പം ഒപ്റ്റിക്കൽ ഡിവൈസുകളുണ്ട്, മാഗ്നറ്റിക് ഡിവൈസുകളുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഇപ്പോൾ ഇതെല്ലാം സെക്കൻഡറി ഡിവൈസസ് ആണല്ലോ. അപ്പോൾ ഈ മാഗ്നറ്റിക് പ്ലേറ്റ്സ് അത് വെച്ചിട്ട് അതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യാണ് ഈ സ്റ്റോറേജ് ചെയ്യുന്നതിന് മാഗ്നറ്റിക് ഡിവൈസസ് ഉണ്ട്, ഒപ്റ്റിക്കൽ ആയിട്ടുള്ള ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ സെക്കൻഡ് ഡിവൈസുകളെ തന്നെ കാറ്റഗറൈസ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ CD ഒരു ഒപ്റ്റിക്കൽ ഡിവൈസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. ഫ്ലോപ്പി എന്ന് പറഞ്ഞൊരു മാഗ്നറ്റിക് ഡിവൈസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ശരിയാണ്. റോങ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഐഡൻറ്റിഫൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും Cയും Dയും ആണ് ഇതിനകത്തെ
ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. എന്തുകൊണ്ടാണ് ഇത് ഇൻകറക്റ്റ് ആവുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെൻ ഡ്രൈവ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മാഗ്നറ്റിക് സ്റ്റേറ്റ് ഡിവൈസ് എന്നാണ്. പക്ഷേ അത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഈ പെൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് യൂസസ് ഫ്ലാഷ് മെമ്മറി വിച്ച് ഈസ് പെർട്ടിക്കുലർലി എ കൈൻഡ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ്. അപ്പോൾ അത് ശരിക്കും ഇലക്ട്രോണിക്കലി ആണ് ഈ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, മാഗ്നറ്റിക്കലി അല്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാഗ്നറ്റിക് സ്റ്റേറ്റ് ഡിവൈസ് എന്നാണ്. അപ്പോൾ ഇതൊരു സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ് പെൻ ഡ്രൈവ്സ്. ആൻഡ് ഇറ്റ് യൂസസ് ഫ്ലാഷ് മെമ്മറി. ഈ ടേമുകളൊക്കെ ഓർത്ത് വയ്ക്കുക. ഫ്ലാഷ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഇലക്ട്രോണിക്കലി ആണ് ചെയ്യുന്നത് നോട്ട് മാഗ്നറ്റിക്കലി. അപ്പം പെൻ ഡ്രൈവ് ഒരു മാഗ്നറ്റിക് സ്റ്റേറ്റ് ഡിവൈസ് ആണെന്നുള്ളത് തെറ്റാണ്. സോ അത് നമുക്ക് ആൻസറിൽ വരണം, കാരണം റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ മെമ്മറി കാർഡ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ക്രിസ്റ്റൽ സ്റ്റേറ്റ് ഡിവൈസ്. ഇതും തെറ്റാണ്, കാരണം പെൻ ഡ്രൈവ് പോലെ തന്നെ മെമ്മറി കാർഡ്സും ഫ്ലാഷ് മെമ്മറി സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് നമുക്കത് ഒരു ഫ്ലാഷ് മെമ്മറിയുടെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനൊരു ക്രിസ്റ്റൽ സ്റ്റേറ്റ് ഡിവൈസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്കതിനെ പറയാനായിട്ട് കഴിയില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റനിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? സിയും ഡിയും ആണ് ഇതിലെ റോങ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വിത്ത് റെഫറൻസ് ടു സൈബർ അറ്റാക്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? സോ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ അതിനകത്ത് നിന്ന് സൈബർ അറ്റാക്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ. അപ്പോൾ നമുക്ക് ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം, എന്നിട്ട് അതിനകത്തെ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മാൽവെയർ ഇസ് എ മലീഷ്യസ് സോഫ്റ്റ്വെയർ ഡിസൈൻഡ് ടു കോസ് ഡാമേജ് ടു എ സിംഗിൾ കമ്പ്യൂട്ടർ, സെർവർ ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. സോ മാൽവെയർ അല്ലെങ്കിൽ മലീഷ്യസ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സെർവർ, നെറ്റ്വർക്ക് ഇതിനെയൊക്കെ ഡാമേജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മലീഷ്യസ് ആയിട്ട് ഡേഞ്ചറസ് ആയിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് മാൽവെയർസ് അല്ലെങ്കിൽ മലീഷ്യസ് സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈറസുകൾ. ഇപ്പോൾ വൈറസൊക്കെ നമുക്ക് കുറച്ചൊരു കോമൺലി അറിയാവുന്നതാണ്. ഇപ്പോൾ വൈറസ് ഇപ്പോൾ നമ്മൾ പറയില്ലേ നമ്മുടെ സിസ്റ്റം വൈറസ് ഇൻഫെക്റ്റഡ് ആയി, അല്ലെങ്കിൽ സ്പൈവെയർസ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് നമ്മളുടെ സിസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ, നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സെർവറിനെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയൊക്കെ അത് അഫക്റ്റഡ് ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കും. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് മലീഷ്യസ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ മാൽവെയർസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 റൈറ്റ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അല്ലേ. അത് അവിടെ പറഞ്ഞിരിക്കുന്ന മാൽവെയർസിന് അതിന് എക്സാമ്പിൾസ് ആണ്. വൈറസ്, വേർംസ്, ട്രോജൻ ഹോഴ്സസ്, റാൻസം വെയർ, സ്പൈവേഴ്സ്, ഇതൊക്കെ മാൽവെയർസിനുള്ള എക്സാമ്പിൾസ് ആണ്. വൈറസ് എന്താണെന്ന് നമുക്കറിയാം. വേർംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എഗെയിൻ എ മാൽവെയർ. അതൊരു സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ കോപ്പീസ് സ്വന്തമായിട്ട് അതിന് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു സോഫ്റ്റ്വെയർ പോലെ ഇരിക്കും, ലെജിറ്റിമേറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അത് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള മാൽവെയർസ് ആണ്, ഈ സോഫ്റ്റ്വെയർസ് ആണ്. റാൻസം വെയർ എന്ന് പറഞ്ഞാൽ ദീസ് ആർ സോഫ്റ്റ്വെയർസ്. അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചില ഫയൽസ് ഒന്നും ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫയൽസിലേക്കുള്ള ആക്സസിബിലിറ്റി നമുക്ക് തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടും. എന്നിട്ട് ഇതിൻ്റെ അറ്റാക്കേഴ്സ് എന്ത് ചെയ്യും? ഒരു എമൗണ്ട്, ഒരു റാൻസം മണി അല്ലെങ്കിൽ ഒരു എമൗണ്ട് പേ ചെയ്യാൻ പറയും. അപ്പോൾ ആ എമൗണ്ട് കൊടുത്താൽ മാത്രമേ പിന്നീട് നമ്മുടെ ഫയൽസ് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്പൈവെയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്പൈവെയർ എന്ന് പറഞ്ഞാൽ സ്പൈ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത്? സ്പൈ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു സ്പൈവെയർ ഉണ്ടെങ്കിൽ നമ്മളുടെ എൻറ്റയർ ആക്ടിവിറ്റി, അതായത് നമ്മളുടെ കൺസെൻറ്റ് ഇല്ലാതെ നമ്മളൊരു സിസ്റ്റത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നത് ആ ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്ത് ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള മാൽവെയർസ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നതെല്ലാം. വൈറസ്, ബോംബ്സ്, ട്രോജൻ ഹോഴ്സസ്, ദെൻ റാൻസം വെയർ, സ്പൈവെയർ, ഇതൊക്കെ മാൽവെയറിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എയും ബിയും ആക്ച്വലി പറഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. സിയിൽ പറഞ്ഞിരിക്കുന്നത് പെഗസസ് ഇസ് എ മലീഷ്യസ് സോഫ്റ്റ്വെയർ ക്ലാസിഫൈഡ് ആസ് റാൻസം വെയർ. അഫ്കോഴ്സ് ഇതിൻ്റെ ഒരു പകുതി പാട്ട് ശരിയാണ്. ഈ പെഗസസ് എന്ന് പറഞ്ഞൊരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്, പക്ഷേ അത് റാൻസം വെയർ അല്ല, അതൊരു സ്പൈവെയർ ആണ്. അപ്പോൾ സ്പൈവെയറിനുള്ള എക്സാമ്പിളാണ് പെഗസസ്, ഇറ്റ്സ് നോട്ട് എ റാൻസം വെയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി ഓപ്ഷൻ എന്തായാലും ഇതിന് ആൻസർ ആയിട്ട് വരില്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ സി ഓപ്ഷൻ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. സോ ആക്ച്വലി പറഞ്ഞാൽ സി ഓപ്ഷൻ ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ആയി. കാരണം എ, ബി, സി ഓപ്ഷൻസിൻ്റെ കോമ്പിനേഷൻസിലെല്ലാം സി ഓപ്ഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡി നിങ്ങൾ നോക്കിയാൽ ഡിയിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ ഈസ് നോട്ട് എ സിഗ്നേറ്ററി ടു ദി ബുഡാപെസ്റ്റ് കൺവെൻഷൻ ഓൺ സൈബർ ക്രൈം. അതും ശരിയാണ്. സൈബർ ക്രൈം റിലേറ്റഡ് ആയിട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കൺവെൻഷനാണ് ബുഡാപെസ്റ്റ് കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ അതിൻ്റെ ഒരു സിഗ്നേറ്ററി അല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ട്രൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? എയും
ബിയും ഡിയും റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സി റൈറ്റ് അല്ല. കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് എ റാൻസം വെയർ, ഇറ്റ്സ് എ സ്പൈവെയർ. സോ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാ? എ, ബി ആൻഡ് ഡി only, that is option D. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. So next one is this question, which of the following is related to network security? അപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ത്രെഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ മാൽവെയർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി മെഷേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്നതിൽ ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫയർവാൾ, വോംസ്, കീലോഗേഴ്സ്, ട്രോജൻ. അപ്പോൾ വോംസും ട്രോജനും കഴിഞ്ഞ ക്വസ്റ്റിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വോംസും ട്രോജനും ആക്ച്വലി പറഞ്ഞാൽ മാൽവെയർസ് അല്ലെങ്കിൽ മലീഷ്യസ് സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ അതൊരു കാരണവശാലും നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വരില്ല. കീലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്പൈവെയറിൻ്റെ തന്നെ എക്സാമ്പിൾ ആണ്. അതായത് കീലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ കീസാണ് ടൈപ്പ് ചെയ്യുന്നത് ആ ഡേറ്റ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് അത് തേർഡ് പാർട്ടിക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇപ്പോൾ എന്തെങ്കിലും ക്രെഡൻഷ്യൽ നമ്മുടെ കാർഡ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ നമ്പറോ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് അതൊക്കെ അവിടേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഈ സ്പൈവെയറിനുള്ളൊരു എക്സാമ്പിളാണ് കീലോഗേഴ്സ്. ട്രോജൻ നമ്മൾ പറഞ്ഞായിരുന്നു, ട്രോജൻ ഹോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ആ 3 ഓപ്ഷൻസ് എന്തായാലും വരില്ല. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ എന്താ? ഫയർവാൾ ആണ് ബാക്കിയുള്ള ഓപ്ഷൻ. സോ ഫയർവാൾ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റമാണ്. അപ്പോൾ പേരുണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഫയർവാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്ക് ട്രാഫിക്കിലൂടെ വരികയും പോവുകയും ചെയ്യുന്ന എൻറ്റയർ ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് ആ ഒരു നെറ്റ്വർക്ക് ട്രാഫിക്കിനെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസിൻ്റെ ബേസിസിൽ കൺട്രോൾ ചെയ്യുന്നൊരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റമാണ്. അതായത് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് പുറത്തുനിന്ന് സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ സഹായകരമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റമാണ് ഫയർവാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓഫ് കോഴ്സ് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, which of the following statements are correct? Adobe Acrobat is an example of proprietary product. Microsoft Office is an example of commercial operating system. Linux is an open source software. Ubuntu is an example of an operating system. Firmware is an example of a mobile operating system. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മളോടിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ICT പഠിക്കുന്ന സമയത്ത് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും അല്ലേ. അപ്പോൾ ഹാർഡ്വെയർസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള നമ്മുടെ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിവൈസുകളാണ്. ഇപ്പോൾ മോണിറ്റർ അല്ലെങ്കിൽ കീബോർഡ് അല്ലെങ്കിൽ സ്പീക്കേഴ്സ്, പ്രിൻറ്റർ, ഇതൊക്കെ എന്താണ്? ഹാർഡ്വെയറിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഹാർഡ്വെയറിൽ തന്നെ നമുക്ക് CPU ആൻഡ് പെരിഫറൽസ് എന്നാണ് നമ്മൾ പറയാം. CPU ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിരുന്നു പെരിഫറൽ ഡിവൈസസിൽ വരാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? നമ്മളുടെ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പോൾ ഒരു എൻറ്റയർ സിസ്റ്റത്തിൻ്റെ മുഴുവൻ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർസും, അതോടൊപ്പം തന്നെ സ്പെസിഫിക് നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഇതിൽ നമ്മൾ ചൂസ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് പലതും നമുക്ക് എക്സാമ്പിൾസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. എക്സാമ്പിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മളോട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അതിനെ സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സോഫ്റ്റ്വെയർസിൻ്റെ കൂടെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്താണ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഒരു പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയർവെയർ എന്താ, ഫ്രീവെയർ എന്താ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ കൂടെ അതിൻ്റെ കൂടെ പഠിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജനറലി നമ്മൾ ഈ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് പറയുമ്പോൾ പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർസും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സോഴ്സ് കോഡ് ഉണ്ട്, അല്ലെങ്കിൽ ആ പ്രോഗ്രാം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർസിൻ്റെ ഈ സോഴ്സ് കോഡ് അത് ആ കമ്പനിയുടെ കോപ്പിറൈറ്റിൽ വരുന്ന കാര്യമാണ്. അത് മറ്റാർക്കും അതിനകത്തേക്ക് ആക്സസിബിലിറ്റി ഇല്ല. കമ്പനിക്ക് മാത്രമേ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ഓൺ ദി അതർ സൈഡ് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ
അതിൻ്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പ്രോഗ്രാമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലുമൊക്കെ അഡീഷൻസ് വേണം, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രോഗ്രാമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനകത്ത് ആ കോഡിനകത്ത് മാറ്റങ്ങൾ വരുത്താനും എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിനക്സ് എന്ന് പറയുന്നത് ആക്ച്വലി പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ സി ഓപ്ഷൻ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഓപ്ഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രൊപ്രൈറ്ററി പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലായി. പ്രൊപ്രൈറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ സോഴ്സ് കോഡ് അവൈലബിൾ ആയിരിക്കില്ല അതിൻ്റെ. അപ്പോൾ ഈ അഡോബ് ആക്രോബാറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്രൈറ്ററി പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ രീതിയിൽ സോഴ്സ് കോഡ് അവൈലബിൾ അല്ലാത്ത ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ എയും അതോടൊപ്പം തന്നെ സിയും നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തു. എയും സിയും എന്തായാലും ആൻസറിൽ വരണം. അത് രണ്ടും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി എന്ത് ഓപ്ഷൻ ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ചിന്തിക്കേണ്ട കാര്യം. സോ ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഓപ്ഷൻ ഡി, ഉബുണ്ടു ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതാണ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത്. അതും ആക്ച്വലി റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് നമ്മൾ പറയും. അതായത് ജനറലി സോഫ്റ്റ്വെയർസിനെ നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആയിട്ടും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആയിട്ടും തിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ, അല്ലെങ്കിൽ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനിങ്ങിനെ അത് കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കാരണം മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ് നിങ്ങളുടെ ഒരു ലാപ്ടോപ്പിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ മുഴുവനായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ വേർഡ് നിങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ PPTs നിങ്ങൾ ചെയ്യുന്നു, എക്സൽ നിങ്ങൾ യൂസ് ചെയ്യുന്നു, അതൊക്കെ സ്പെസിഫിക് നീഡിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് അല്ലേ. അപ്പോൾ ആ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഉബുണ്ടു എന്ന് പറയുന്നത് ആ രീതിയിലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഒരു സിസ്റ്റത്തിന് മുഴുവനായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഡി ഓപ്ഷൻ ആക്ച്വലി പറഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനിയും ബാക്കി ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ എ എന്ന് പറഞ്ഞാൽ അഡോബ് ആക്രോബാറ്റ് ഒരു പ്രൊപ്രൈറ്ററി പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. പ്രൊപ്രൈറ്ററി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് നമ്മൾ പറഞ്ഞായിരുന്നു. ലിനക്സ് എന്ന് പറഞ്ഞൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു. ലിനക്സ് അതിന് എക്സാമ്പിളായിട്ട് ഓർത്ത് വയ്ക്കുക. ഉബുണ്ടു എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ ACD ആണ് ഇതിന് റൈറ്റ് ആൻസർ. അപ്പോൾ ACD എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ ബിയും ഇയും ആണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇത് തെറ്റാവാൻ കാരണം നമുക്ക് നോക്കാം. ബി പറഞ്ഞിരിക്കുന്നത് എന്താ, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കൊമേഴ്ഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത് ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സ്യൂട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വേർഡും എക്സലും അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ പോയിന്റ് പ്രസൻറ്റേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന അങ്ങനെ ഡിഫറെൻറ്റ് ആവശ്യങ്ങൾക്ക്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ഒരു സ്യൂട്ടാണ്. അല്ലെങ്കിൽ അതിനകത്ത് ഡിഫറെൻറ്റ് നീഡ്സിന് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ മുഴുവനായിട്ടുള്ള പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാവോ? ഇല്ല, അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് കൊമേഴ്ഷ്യൽ ആണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊപ്രിയേറ്ററി ആയിട്ടുള്ള, കാരണം മൈക്രോസോഫ്റ്റിൻ്റെ സോഴ്സ് കോഡ് ആ കമ്പനിയുടെ കോപ്പിറൈറ്റിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊമേഴ്ഷ്യൽ ആണ്, പ്രൊപ്രിയേറ്ററി ആണ് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അവരവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ കാറ്റഗറിയിൽ ഒരു പ്രശ്നമുണ്ട്. അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, മറിച്ച് അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ടാണ് ബി ഓപ്ഷൻ ഇവിടെ റോങ് ആവുന്നത്. ഇനി നിങ്ങൾ ഈ ഓപ്ഷൻ നോക്കിയേ, ഫേംവെയർ ആസ് എൻ എക്സാമ്പിൾ ഓഫ് എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS എന്നൊക്കെ പറയുന്നത് മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമ്മൾ പറയില്ലേ, ഇപ്പോൾ എൻ്റെ ഫോൺ ആൻഡ്രോയിഡ് ആണ് അല്ലെങ്കിൽ iOS ആണ്. ഇതൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ മീനിങ് എന്താ, ആ എൻറ്റയർ ഫോൺ, മൊബൈൽ ഫോണിൻ്റെ ഫംഗ്ഷനിങ്ങിനെ മുഴുവനായി കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞത്, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ ആൻഡ്രോയിഡ് നമുക്ക് അതൊരു എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫേംവെയർ ആണ്. അപ്പോൾ ഫേംവെയർ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഫേംവെയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ദീസ് ആർ അഗെയിൻ വളരെ ലോ ലെവൽ എംബഡഡ് സോഫ്റ്റ്വെയർസ് ആണ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഹാർഡ്വെയറുകളെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫേംവെയറുകളാണ്. ഒരു എൻറ്റയർ ഇപ്പോൾ ഒരു എൻറ്റയർ ഒരു സിസ്റ്റത്തെ മുഴുവനായി കൺട്രോൾ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ അല്ല. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പോൾ ചില ചിപ്പുകളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഹാർഡ്വെയർസിനെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് അല്ലെങ്കിൽ ഇറ്റ്സ്
നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഒക്കെയാണ്. അവരുടെ പരിപാടി എന്താ, ആ മൊബൈൽ ഡിവൈസിനെ എൻറ്റയർലി അതിൻ്റെ കോംപ്ലെക്സ് സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് എ യൂസർ ഇൻ്റർഫേസ്. നമുക്ക് ആ ഒരു സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ ആ മൊബൈലുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. ഫേംവെയർ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അല്ല. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ, നമ്മൾ ഓൾറെഡി ഇത് ഓരോ എക്സാമ്പിൾ അടക്കം നമ്മൾ പറഞ്ഞു. സോ ACD ആണ് റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. ACD എന്ന് പറയുന്ന ഓപ്ഷൻ D ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ D. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not a web browser? Opera, Safari, Firefox and Google. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വെബ് ബ്രൗസർ അല്ലാത്ത ഓപ്ഷൻ ഏതാണെന്ന ക്വസ്റ്റ്യൻ. അപ്പം ഇത് ശരിക്കും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് എക്സാംസിൽ ജനറലി അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും തമ്മിലൊരു ഡിഫറൻസ് നമുക്കറിയോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് നമ്മളുടെ വ്യത്യാസം എന്താ? അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഇത് മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞൊരു വെബ് ബ്രൗസറാണ്, ഗൂഗിൾ എന്ന് പറയുന്നൊരു സെർച്ച് എഞ്ചിനാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ നമുക്ക് ഈസിലി മനസ്സിലാക്കാനായിട്ട്, വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ സിസ്റ്റത്തിൽ ആ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഓപ്പൺ ചെയ്യും, എന്നിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് സെർച്ച് ചെയ്യുന്നത്. ഈ ഗൂഗിൾ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് ഗൂഗിൾ എന്ന് വന്നിട്ടൊരു സെർച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഫീൽഡ് വരും. ഇതാണ് സെർച്ച് എഞ്ചിൻ. അപ്പോൾ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഒരു വെബ്സൈറ്റ് പോലെയാണെന്ന് പറയാം. നിങ്ങൾക്ക് ഇത് മനസ്സിലാവാനായിട്ട് അതായിരിക്കും കുറച്ചുകൂടി ഹെൽപ്ഫുൾ. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഇതൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വെബ്സൈറ്റ്. അവിടെയാണ് ശരിക്കും ഈ യൂസർ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അത് സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫങ്ഷനിങ് എങ്ങനെയാണ് വരുന്നത്, ഈ വെബ് ബ്രൗസർ സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടാണ് യൂസറിന് വെബ് പേജസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെബ് സെർവേഴ്സിൽ ഉള്ള വെബ് പേജസിലുള്ള ഇൻഫർമേഷൻ വ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ റിട്രൈവ് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം ഉണ്ടാക്കുന്നത്. സോ ദ വെബ് ബ്രൗസർ യൂസസ് ദ സെർച്ച് എഞ്ചിൻ ടു റിട്രൈവ് ആൻഡ് വ്യൂ ദ ഇൻഫർമേഷൻ ഫ്രം വെബ് പേജസ് പ്രസൻറ്റ് ഓൺ ദ വെബ് സെർവേഴ്സ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഡിഫറൻസ് മനസ്സിൽ വെക്കുക. കാരണം ഈ ഡിഫറൻസ് കൃത്യമായിട്ട് അറിയാമോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പല പാറ്റേണിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് അതിനകത്തുനിന്ന് വെബ് ബ്രൗസർ അല്ലാത്തത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ലിസ്റ്റ് ഞാനിവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻസും വെബ് ബ്രൗസേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പം കുറഞ്ഞ പക്ഷം ഇത്രയുമെങ്കിലും ലിസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. എക്സാമ്പിൾസ് കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാലോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ? സോ ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഒപ്പേറ ആണ് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒപ്പേറ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ അതൊരു വെബ് ബ്രൗസറിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് കിടക്കുന്നത്. സോ അത് എന്തായാലും ആൻസർ ആയിട്ട് വരില്ല, വെബ് ബ്രൗസർ അല്ലാത്തതാണ് നോക്കേണ്ടത്. സഫാരി ആപ്പിളിൻ്റെ വെബ് ബ്രൗസറാണ്. സഫാരി വെബ് ബ്രൗസേഴ്സിൻ്റെ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. എഗെയിൻ അടുത്ത ഓപ്ഷൻ എന്താ, ഫയർഫോക്സ് ആണ്. ഫയർഫോക്സും നിങ്ങൾക്ക് ആ വെബ് ബ്രൗസറിൻ്റെ ഓപ്ഷൻസിൽ എക്സാമ്പിൾസിൽ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദ ഫൈനൽ വൺ ഇസ് ഗൂഗിൾ. ഗൂഗിൾ എന്താ, ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. ക്രോം ആണ് ഗൂഗിളിൻ്റെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പോൾ വെബ് ബ്രൗസർ അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഇസ് ഗൂഗിൾ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഡെസിമൽ നമ്പർ ഇക്വലന്റ് ടു ബൈനറി ഡിജിറ്റ് 110 is. സോ ഈ നമ്പർ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി പറഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ കുറച്ചുകൂടെ കോംപ്ലെക്സ് ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളിലൊക്കെ കുറച്ചുകൂടെ കോംപ്ലെക്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാറുണ്ടായിരുന്നു. അതായത് ബൈനറി ഒരു ഡിജിറ്റ്, അതിന് ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസിക്കലി ബൈനറി എന്ന് പറഞ്ഞാൽ 2 digits അല്ലെങ്കിൽ ഈ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ നമ്പേഴ്സ് വെച്ച് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആ നമ്പർ സിസ്റ്റത്തിൽ മേജർലി 4 സിസ്റ്റംസ് ആണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ബൈനറി എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ് ആയിരിക്കും ആ നമ്പർ സിസ്റ്റത്തിലുള്ളത്, 1ഉം 0ഉം. ദെൻ ഡെസിമൽ ഉണ്ട്. അപ്പോൾ ഡെസിമൽ ആകുമ്പോൾ അതിനകത്ത് 10 നമ്പേഴ്സ് ഉണ്ടാവും. 0 to 9 ആണ് അതിനകത്ത് വരിക. ഒക്ടാലുണ്ട്, അതിനകത്ത് 8 നമ്പേഴ്സ് ഉണ്ടാവും. 0 to 7 ആണ് അതിനകത്ത് വരിക. അങ്ങനെ ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഹെക്സാഡെസിമൽ അതൊരു 16 ആൽഫ ന്യൂമറിക് വാല്യൂസ് ആണ്. ഇപ്പോൾ 0 to 9 വരെയുള്ള നമ്പേഴ്സും അതിൻ്റെ കൂടെ കുറച്ച് ലെറ്റേഴ്സും. അതായത് ഇപ്പോൾ 10 എന്ന് പറഞ്ഞാൽ അതിനെ എ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 11 എന്ന് പറഞ്ഞാൽ ബി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻ, ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെയാണ് വേറെ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ ആണ്. പിന്നെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറയും. കുറച്ച് ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പേഴ്സ് അവർ തന്നിട്ട് അതിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറയും. അപ്പോൾ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിനെ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ
ഇപ്പോൾ എല്ലാത്തിനെയും ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിലേക്ക് മാറ്റി. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ബൈനറി തന്നു, ഒരു ഒക്ടാൽ നമ്പർ തന്നു, ഒരു ഹെക്സാഡെസിമൽ നമ്പർ തന്നു, ഒരു ഡെസിമൽ നമ്പർ തന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് ആഡ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഏരിയ ആണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ ക്ലാസ് റൂം സെഷൻസിലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസിലൊക്കെ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എസെൻസ് മനസ്സിലാവാനായിട്ട് 2025 എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ബൈനറി ഡിജിറ്റിനെ 110 എന്ന് പറഞ്ഞൊരു ബൈനറി നമ്പർ നമുക്ക് തന്നിരിക്കുകയാണ്. ആ ബൈനറി നമ്പറിനെ അതിൻ്റെ ഡെസിമൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഡെസിമൽ ഇക്വലൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 110 ആണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ അല്ലേ. അപ്പോൾ ഈ 110 എന്നുള്ള നമ്പർ ഒരു ബൈനറി നമ്പറാണ്. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 2ൻ്റെ പവേഴ്സ് നമ്മൾ എടുക്കും. 2 to the power 0 അല്ലെങ്കിൽ 2 raised to 0, 2 raised to 1, 2 raised to 2 അങ്ങനെ നമ്മൾ എടുക്കും. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് 110 എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 0യുടെ താഴെ നമ്മൾ 2 to the power 0 അല്ലെങ്കിൽ 2 raised to 0 എന്ന് എടുക്കും. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെയും 0 പവർ എന്ന് പറയുന്ന 1 തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ 1 കിടക്കുന്നത്. ഇനി അടുത്ത നിങ്ങൾ നോക്കി 2 എന്ന് കിടക്കുന്നുണ്ട്. 2 എന്ന് കിടക്കുന്നതിൻ്റെ കാരണം എന്താ, 2 raised to 1 എന്നുള്ളത് നമ്മളവിടെ അതിന് നമ്മൾ 2 raised to 0 പിന്നെ 2 raised to 1 എന്ന് പറഞ്ഞാൽ എത്ര 2 തന്നെ. ഇനി 2 raised to 2, ഇപ്പോൾ 2 into 2 എന്നുള്ള കോൺസെപ്റ്റ് ആണ്, ദാറ്റ് ഈസ് 4. അങ്ങനെ നിങ്ങൾ 2ൻ്റെ പവേഴ്സ് എടുക്കുക റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന്. ഇത് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കണം, ഇങ്ങനെ ഓർത്താൽ മതി. ഇരട്ടി എടുത്താലും മതി. 1 2 4 8 16 32 അങ്ങനെ ഇരട്ടി എടുക്കുന്നു എന്ന് ഓർത്താലും ഇത് നിങ്ങൾ പരീക്ഷയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് എവിടം വരെ എടുക്കണം, ഇപ്പോൾ ഇവിടെ നമുക്ക് 110 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ ഡിജിറ്റിൻ്റെ താഴെ അല്ലെങ്കിൽ ആ ഓരോ ബൈനറി നമ്പറിൻ്റെ ഓരോ ഡിജിറ്റിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്തു, ആ 2ൻ്റെ പവേഴ്സ് എടുത്തു. 1 2 4. അപ്പോൾ ഇവിടെ ബാക്കി നമ്പേഴ്സിൻ്റെ ഇടത്തേക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1 2 4 8 16 അങ്ങനെ എഴുതണം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ 1 എന്ന ഡിജിറ്റ് കിടക്കുന്നുണ്ടോ, ആ 1 എന്ന ഡിജിറ്റിന് താഴെ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാനത് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 1 എന്തുകൊണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാത്ത, 1 കൺസിഡർ ചെയ്യാത്തതിന് കാരണം ഇത് 0യുടെ താഴെ കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഈ 1ന് താഴെ കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കും. എന്നിട്ട് ആ നമ്പേഴ്സ് രണ്ടും നമ്മൾ ആഡ് ചെയ്യാം. അത് 1ന് താഴെ കിടക്കുന്നത് 4 + 2. 4 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6. അപ്പോൾ 110 എന്ന് പറഞ്ഞ ബൈനറി നമ്പറിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് എത്രയാണ്, 6. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ നമ്മൾ 110 എന്നുള്ള ബൈനറി നമ്പർ എടുത്തിട്ട് അതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് നോക്കുക. അപ്പോൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഇടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഡിജിറ്റിന് താഴെ 2ൻ്റെ പവേഴ്സ് എടുത്തു. 1 2 4 അങ്ങനെ നമ്മൾ എടുക്കുന്നു. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തതിന് ശേഷം ആ 1 എന്ന നമ്പർ, അതായത് നമ്മളുടെ ബൈനറിയിൽ 1ൻ്റെ താഴെ കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണോ അത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. 4 + 2 ചെയ്യുന്നു, ദാറ്റ് ഇസ് 6. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണെന്ന് നോക്കിയാൽ 6 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കില്ലേ. 6 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഓഫ് കോഴ്സ് ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ശരിക്കും ഈ കൺവേർഷൻ ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ബൈനറി ഡിജിറ്റിനെ എങ്ങനെ ഡെസിമലിലേക്ക് ആക്കാമെന്ന് പഠിച്ചു അല്ലേ. ഇതുപോലെ തന്നെ നമുക്കൊരു ഡെസിമലിനെ ബൈനറിയിലേക്ക് ആക്കാം, അതുപോലെ ഒക്ടാലിനെ ഡെസിമലിലേക്ക് ആക്കാം, അങ്ങനെ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹെക്സാഡെസിമലിനെ ബൈനറിയിലേക്ക് ആക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ സ്റ്റെപ്സ് കറക്റ്റ് എന്താണെന്ന് പഠിക്കണം. പിന്നെ ഈ കൺവേർഷനിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഈസിയർ ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് നോക്കി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഏറ്റവും ടൈം കുറച്ച് നമുക്ക് ഈസിയായി വേഗം ചെയ്തെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അത് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സെഷൻ തന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വീഡിയോസ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ ക്ലാസ്സസിലൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കിട്ടാനും പിന്നെ 2025 ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നത് ജസ്റ്റ് നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഫറെൻറ്റ് കൺവേർഷൻസ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത ചോദ്യം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഫിസിക്കൽ അഡ്രസ് ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സിൽ അത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഫിസിക്കൽ അഡ്രസ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടേംഡ് ആസ് ദ മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ്. അതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ. ഒരു കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ വിച്ച് ഇസ് മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു
ഓരോ കമ്പ്യൂട്ടറിനെ നമുക്ക് ഐഡൻറ്റിഫൈ ഹെൽപ്പ് ചെയ്യുന്ന ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ ആണ്. ആൻഡ് ദിസ് ഇസ് അസൈൻ ടു എ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഹാർഡ്വെയർ കോമ്പണൻ്റ് ആണ്. ഒരു സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ ഒരു ചിപ്പൊക്കെ പോലെ ഇരിക്കും. ഇതിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കിലേക്ക്, അതൊരു വയേർഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആവാം, വയർലെസ് നെറ്റ്വർക്ക് ആവാം, ആ വയേർഡ് ഓർ വയർലെസ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഹാർഡ്വെയർ കോമ്പണൻ്റ് ആണ്. അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ഹാർഡ്വെയർ എന്താ നമ്മൾ പറഞ്ഞല്ലോ, ഫിസിക്കലായിട്ടുള്ള ഡിവൈസസ് ആണ്. അങ്ങനെയുള്ളൊരു ഡിവൈസാണ് ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡേറ്റ റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും ഒക്കെ അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹാർഡ്വെയർ ആണ്, ഒരു ഹാർഡ്വെയർ കോമ്പണൻ്റ് ആണ് ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിന് ഓരോന്നിനെ നമ്മൾ ഈ ഒരു മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ ഓരോ സിസ്റ്റത്തിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ട്, ഒരു ഫിസിക്കൽ അഡ്രസ്സ് ഒരു കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് ഈ മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ അഡ്രസ്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇതിനകത്തൊരു 6 ബൈറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം ആൽഫ ന്യൂമറിക് വാല്യൂസ് ആയിരിക്കും. ആൽഫ ന്യൂമറിക് വാല്യൂസ് എന്താണ്, അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ഡിജിറ്റ് എന്താണ് ഞാൻ നമ്പർ സിസ്റ്റം പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു. അതായത് 16 വാല്യൂസ് അതിനകത്ത് ഉണ്ടാവും. അതായത് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും പിന്നെ ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ ലെറ്റേഴ്സ് വെച്ച് 15 വരെ, ഇപ്പം 10 എന്ന് പറഞ്ഞാൽ A ആണ്, അല്ലെങ്കിൽ 11B, 12C, അതുപോലെ ഈ ഓരോ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ 15 വരെ അതിനെ കൃത്യമായിട്ട് ഓരോ ലെറ്റേഴ്സ് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ലെറ്റേഴ്സ് വെച്ച് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ടാവും. ഇതാണ് ഈ ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ. മുഴുവൻ 16 ഡിജിറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. അതിൽ 9 വരെ നമ്മൾ ഡിജിറ്റ്സ് ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഡിജിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 6 ബൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള 6 ഗ്രൂപ്പ്സ് ഓഫ് ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ ഓരോ ഗ്രൂപ്പും ഈ ഓരോ സെറ്റും 2 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സിൻ്റെ കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഓരോ സെറ്റിനെയും ഒരു കോളൻ അല്ലെങ്കിൽ ഹൈഫൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ആ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ നിങ്ങൾ ഈ ഓപ്ഷൻസിൽ നോക്കിക്കേ, ഇവിടെ കണ്ടോ FC എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു കോമ്പിനേഷനാണ്. അതായത് Fഉം Cയും ഹെക്സാഡെസിമൽ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലെറ്റേഴ്സാണ്. മനസ്സിലാവുന്നില്ല? അപ്പോൾ FC, F8 ഇതൊക്കെ നിങ്ങൾ നോക്കിക്കേ, 2 ഹെക്സാഡെസിമൽ വാല്യൂസിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇടയ്ക്ക് എന്താ സെപ്പറേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു കോളൻ വെച്ചിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും പ്രൈമറിലി മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞ എന്താ, ഇറ്റ് ഈസ് എ 6 ബൈറ്റ് ആൽഫ ന്യൂമറിക് വാല്യൂ typically represented 6 groups of 2 hexadecimal digits. അപ്പോൾ ഇതിനകത്ത് 6 ബൈറ്റ്സ് അല്ലെങ്കിൽ 2 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് വരുന്ന രീതിയിലുള്ള 6 ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ നോക്കിയേ 6 ഗ്രൂപ്പ്സ് അങ്ങനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാ? ഇതിൽ 4 ഉള്ളൂ, ഇതിൽ 3 ഉള്ളൂ, ഇതിൽ 6-ലധികമുണ്ട്. ഡി ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ, F8, FC, A എന്ന് പറഞ്ഞ 6 2 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സിൻ്റെ ഗ്രൂപ്പുകളെ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ അതിനകത്ത് കോളൻസ് കൊണ്ട് അത് സെപ്പറേറ്റഡ് ആണ്. എല്ലാം ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് തന്നെയാണ്. ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു, 16 ഡിജിറ്റ്സ് ഉണ്ട്. 0 മുതൽ 9 വരെ അതിനകത്ത് നമ്പേഴ്സ് ഉണ്ടാവണം. അതോടൊപ്പം ബാക്കി വരുന്നത് ലെറ്റേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് 15 വരെയുള്ള നമ്പേഴ്സിനെ ലെറ്റേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ ഇതിൻ്റെ റൈറ്റ് ആയിട്ട് വരേണ്ട ചോയ്സ് ഏതാ? ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ICT എന്ന മൊഡ്യൂളിൽ നിന്ന് ജൂൺ 2025 എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മൾ പലതവണ ഈ ഒരു മൊഡ്യൂള് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, മാരത്തൺ വീഡിയോസിലൂടെയും അതുപോലെയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൻ്റെ ഡിസ്കഷൻസിലും അങ്ങനെയുള്ള സീരീസുകളിലൊക്കെ നമ്മൾ ICT വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ സെഷനിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ജൂൺ 2025 എക്സാമും അതിലെ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾ വളരെ സീരിയസ്ലി നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട്
അത് കണ്ട് പഠിച്ചിട്ടുള്ളവരും ആണെങ്കിൽ ഇതിനകത്ത് ഒരുമാതിരി ഒരു ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതുമാണ് എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട്സിലേക്ക് ആഡ് ഓൺ ചെയ്യുക. ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അതിൽ പ്രൂവ് ആവും. നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഈ റീസെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആ രീതിയിൽ ഈ സെഷൻസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.